നമസ്കാരം. ദീർഘകാലമായി ഓരോ ദിവസവും സംഭവിക്കുന്ന വാർത്തകൾ അപ്പോൾ ജനങ്ങളെ അറിയിക്കുന്ന മറുനാടൻ TV എന്ന 3 മില്യണിൽ അധികം സബ്സ്ക്രൈബേഴ്സുള്ള ഞങ്ങളുടെ ഓൺലൈൻ ചാനൽ ഏതാനും ആഴ്ചകളായി വാർത്ത അപ്ഡേഷൻ നിർത്തി നിർമ്മിതി ബുദ്ധിയുടെ കാലത്തെ പരീക്ഷണങ്ങളിലേക്ക് പോകുന്നുവെന്ന് പ്രേക്ഷകർക്കൊക്കെ അറിയാം. അതിന് ഭാഗമായി 2 പരമ്പരകൾ ആരംഭിക്കുകയും 2 പരമ്പരകളുടെയും ഓരോ എപ്പിസോഡ് വീതം സംപ്രേഷണം ചെയ്യുകയും ചെയ്തു. കൂടാതെ നിരവധി റീൽസുകൾ ഞങ്ങളതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ മറുനാടൻ എന്ന പേരിൽ എന്നെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ട് ഭാവി കൊച്ചി നഗരത്തിൽ സംഭവിക്കുന്ന റോബോ ഡോഗുകളുടെ സഹായത്തിൽ ജീവിക്കുന്ന കുട്ടികളുടെ ജീവിതത്തിലെ പ്രതിസന്ധിയെക്കുറിച്ച് ശാസ്ത്രീയമായ ഒരു പരമ്പര തുടങ്ങിയിരുന്നു. ആദ്യ എപ്പിസോഡ് ആഴ്ചകൾക്ക് മുമ്പ് വന്നപ്പോൾ വലിയ സ്വീകാര്യതയാണ് അതിന് ലഭിച്ചത്. റോബോ ഡോഗുകൾ കുട്ടികളെ സഹായിക്കുന്നതും രാവും പകലും പണിയെടുക്കേണ്ടി വരുന്ന മാതാപിതാക്കൾ റോബോ ഡോഗുകളെ കുട്ടികളെ ഏൽപ്പിക്കുന്നതും ആ റോബോ ഡോഗുകൾ കുട്ടികളുടെ ഇമോഷൻസ് സ്വീകരിച്ച് അവരെ പ്രതികരിക്കുന്നതും ഒക്കെയാണ് ആ എപ്പിസോഡിൽ കാണിച്ചത്. എന്നാൽ ഒരു സുപ്രഭാതത്തിൽ ചില ദുഷ്ടശക്തികൾ ഈ റോബോ ഡോഗുകളെ ഹാക്ക് ചെയ്ത് കുട്ടികളെ സ്വാധീനിക്കുന്നു. ആപത്തിൽപ്പെട്ട കുട്ടികളിൽ ഒരാളുടെ പിതാവ് പോലീസ് ഓഫീസറായിരുന്നതുകൊണ്ട് മറുനാടനെ വിവരമറിയിക്കുകയും ചെയ്യുന്നു. മറുനാടൻ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിടത്ത് അവസാനിക്കുകയായിരുന്നു ആദ്യ എപ്പിസോഡ്. ഈ കുട്ടികളെ കേട്ട് അവരുടെ പ്രശ്നപരിഹാരത്തിന് വേണ്ടി അറബിക്കടലിലേക്ക് ഇറങ്ങിപ്പോകുന്ന മറുനാടൻ സൂപ്പർ ഹീറോയാണ് രണ്ടാമത്തെ എപ്പിസോഡിൽ. അറബിക്കടലിൻ്റെ ആഴത്തിൽ കേന്ദ്രമുണ്ടാക്കി അവിടെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി അവരുടെ ബ്രെയിനിൽ മാറ്റം വരുത്തി വലിയ അട്ടിമറിക്ക് ശ്രമിച്ചിരുന്നവരെ പരാജയപ്പെടുത്തി കുട്ടികളെ രക്ഷിച്ചു കൊണ്ടുവരുന്നതാണ് രണ്ടാം എപ്പിസോഡിൽ. ഒരാഴ്ചയ്ക്ക് ശേഷം രണ്ടാം എപ്പിസോഡ് സംപ്രേഷണം ചെയ്യാനായിരുന്നു ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നതെങ്കിലും അത് സാധിച്ചില്ല. കാരണം നിർമ്മിതി ബുദ്ധിയുടെ സഹായത്തോടെ നമുക്ക് 3 മിനിറ്റിൽ താഴെയുള്ള ചെറിയ വീഡിയോകൾ ഇറക്കാൻ എളുപ്പമാണ്. അത്തരം വീഡിയോകളൊക്കെ നമുക്ക് ചുറ്റും ഇറങ്ങുന്നുണ്ട്. ഡീപ്പ് ഫേക്കായി അവയൊക്കെ പലതും രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. എന്നാൽ ഒരു പരമ്പര പോലെ തന്നെ, ഒരു സിനിമ പോലെ തന്നെ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന വീഡിയോകൾ ഇന്ത്യയിൽ തന്നെ അപൂർവമാണ്. മറുനാടിൻ്റെ സാങ്കേതിക വിഭാഗം അത്തരമൊരു ശ്രമമാണ് നടത്തിയത്. അതുകൊണ്ട് തന്നെ ഒരു എപ്പിസോഡ് പൂർത്തിയാവാൻ മാസങ്ങളുടെ അധ്വാനം വേണ്ടി വരുന്നു. രണ്ടാം എപ്പിസോഡ് കഴിഞ്ഞ ദിവസം മാത്രമാണ് റിലീസ് ചെയ്തത്. സാങ്കേതിക മികവിൻ്റെ കാര്യത്തിൽ ഇതുവരെ ഇന്ത്യയിൽ ആരും പരീക്ഷിക്കാത്ത നേട്ടമാണ് ഈ ടീം വിജയിച്ച് നേടിയെടുത്തത്. പുതിയ തലമുറയിലെ കുട്ടികൾക്കിടയിലേക്ക് കൂടി മറുനാടനെ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സൂപ്പർ ഹീറോ പരിവേഷത്തോടുകൂടി ഹലോ മറുനാടൻ എന്ന പേരിൽ ഈ പുതിയ പരമ്പരയ്ക്ക് തുടക്കമിട്ടത്. 5-8 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഇത് ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് ആദ്യ എപ്പിസോഡിന് കിട്ടിയ പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ രണ്ടാം എപ്പിസോഡ് റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ പരിചയത്തിലുള്ള കുട്ടികളെ ഈ വിവരം അറിയിക്കണം, അല്ലെങ്കിൽ കുട്ടികളുള്ള മാതാപിതാക്കളെ ഈ വിവരം അറിയിക്കണം. ഈ വാർത്തയുടെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ഇതിന് ലിങ്ക് ഇട്ടിട്ടുണ്ട്. ദയവായി അതിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഹലോ മറുനാടിൻ്റെ രണ്ടാം എപ്പിസോഡ് കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് ഞങ്ങൾക്ക് നിർബന്ധമാണ്. കൂടാതെ നിങ്ങളുടെ പരിചയത്തിൽ കുട്ടികളുള്ളവർക്കൊക്കെ ഇത് അയച്ചു കൊടുത്ത് എല്ലാവരോടും കാണാനും അവരാരും മറുനാടൻ TV സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിർദ്ദേശിക്കുക. പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ഫീഡ്ബാക്ക് ആ വീഡിയോയുടെ അടിയിൽ കമൻ്റായി ചേർക്കുക. ഹലോ മറുനാടൻ്റെ രണ്ടാം എപ്പിസോഡ് മറക്കാതെ ഇപ്പോൾ തന്നെ കാണണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. രണ്ടാം എപ്പിസോഡിലെ ശ്രദ്ധേയമായ ചില ഭാഗങ്ങൾ തുടർന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയോടൊപ്പം തന്നെ കാണാം. അത് കണ്ടിഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മുഴുവൻ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, വേണ്ടപ്പെട്ടവർക്കൊക്കെ അയച്ചു കൊടുത്ത് ഇതിനെ പ്രൊമോട്ട് ചെയ്യുക. ഹലോ മറുനാടൻ, വെൽക്കം ടു മൈ ഹെവൻ. Welcome, Marunada. One mind, 2 bodies. എന്താണ് നീ കുട്ടികളെ കൊണ്ട് ചെയ്യുന്നത്? What do you want from them? എനിക്കിവ കുട്ടികളല്ല, എന്റെ പ്രൊജക്ടിന് ആവശ്യമായ ഹാർഡ്വെയർ ആണ്. കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ ഇവർക്ക് പേരുകളില്ല, ഓർമ്മകളില്ല, അവകാശങ്ങളില്ല. നിങ്ങളുടെ റൂൾസ് ഒന്നും ഇവിടെ ബാധകമല്ല. ഇത് എന്റെ ടെറിട്ടറിയാണ്. ആൻഡ് ഐ എം ദ റൂൾ. കുറച്ച് സമയം അവർ ഇതുപോലെ എൻ്റെ ഉണ്ടാവും മറുനാടൻ. എന്റെ ആവശ്യം കഴിയുമ്പോൾ അവരെ തിരികെ അവരുടെ മാതാപിതാക്കൾക്ക് നൽകും. പക്ഷേ
അവരുടെ ഓർമ്മകൾ, ചിന്തകൾ, ത്രോട്ടിൽ ബ്രെയിൻ അത് ഞാൻ ഫോർമാറ്റ് ചെയ്ത് ക്ലീൻ ആക്കിയെടുക്കും. 100 പേരുടെ ഹ്യൂമൻ ബ്രെയിൻസ് അത് ഞാൻ ഒറ്റ ഹ്യൂമൻ എനർജി നെറ്റ്വർക്ക് ആക്കി മാറ്റും. ലോകത്തിലെ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള നെക്സസ്. അതിനുവേണ്ടി കോടിക്കണക്കിന് ഡോളർ എനിക്ക് നൽകും. അപ്പൊ കുട്ടികൾക്ക് എന്ത് സംഭവിക്കും? ഞാൻ പറഞ്ഞില്ലേ മർദാനൻ, അവരെ ഞാൻ സേഫ് ആയിട്ട് വീടുകളിലെത്തിക്കും. Science will always survive. വാനത്തിൽ നിന്നും നീതിമാനെ ലോകം കാത്തിരിക്കയാണിതാ. വാനത്തിൽ നിന്നും നീതിമാനെ ലോകം കാത്തിരിക്കയാണിതാ. പ്രിയ മാതാപിതാക്കളെ, ടെക്നോളജി എത്ര ഉയർന്നാലും സാങ്കേതികവിദ്യ നമ്മേക്കാൾ മുന്നിലെത്തിയാലും നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമായ കരുതലും സ്നേഹവും നൽകേണ്ടത് നമ്മളാണ്. ഈ ലോകത്ത് മനുഷ്യ സ്നേഹത്തിനും കരുതലിനും പകരം വഹിക്കാൻ ഒരു സാങ്കേതിക വിദ്യക്കും കഴിയില്ല. താങ്ക് യു സോ മച്ച് മറുനാടൻ. ഇനി മുതൽ ഞങ്ങളുടെ കുട്ടികളുടെ ഏറ്റവും നല്ല കൂട്ടുകാർ ഞങ്ങളാവും. അതിനെങ്ങനെയും സമയം കണ്ടെത്തും. നിങ്ങളും കുട്ടികളും എല്ലാവരും എപ്പോഴും സന്തോഷമായിരിക്കണം.